അതിപ്പം എന്തെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണം. യൂട്യൂബ് എന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണ്ടേ. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയാ, രാവിലെ മഴ പെയ്തു, നല്ല ബ്ലോക്കുണ്ട്. സിഗ്നൽ ലൈറ്റിൻ്റെ അവിടെ എന്തെങ്കിലും പ്രശ്നം കാണും, അതായിരിക്കും ഇപ്പം ബ്ലോക്ക് ആവാൻ കാരണം. നല്ല ബ്ലോക്കുണ്ട്. ഒരു 30 സെക്കൻഡുള്ള വീഡിയോ ചുമ്മാ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഒരു വീഡിയോ കിടക്കട്ടെ. കേട്ടോ കയറ്റി വെച്ച് പോകുന്നുണ്ട്. മറ്റൊരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സിസ്റ്റമാണെന്ന് തോന്നുന്നു. ഈ അങ്ങനെ അവരൊരു ചെറിയ ബ്ലോക്കിംഗ് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും തോന്നുന്നു. ഇതിൻ്റെ ആവശ്യമുള്ളായിരുന്നു. ആദ്യം ഇത് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു KSRTC കൂടെ വന്ന് ആ KSRTCയുടെ അടുത്തോട്ട് ചെന്ന് ബ്ലോക്ക് ഉണ്ടാക്കി കാണും. ഓൾറെഡി ബ്ലോക്കാണ്. ഒരു KSRTC ഇങ്ങനെ കടന്ന് മറ്റൊരു ബ്ലോക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കേട്ടോ, അതേ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഈ പണ്ടാരം ബസ് തിരുവനന്തപുരത്ത് എത്തിക്കണ്ടേ. ഇതൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. പുറത്ത് വയ്ക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. എൻ്റെ അടുത്ത ബ്ലോക്ക് ആരോ കൃത്യമായി ഹോൺ അടിച്ച് വെറുപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിൽക്കുന്നവർക്ക് പറയാൻ പറ്റും ഇതെന്ത് കാണിക്കുന്നതാണ്. കാത്തിരിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് എത്തിയാൽ മതിയായിരിക്കും. ആംബുലൻസിന് പോകാനുള്ള വഴിയുമായി കൊടുക്കത്തില്ലെന്നാണ് തോന്നുന്നത്. ആരെങ്കിലൊക്കെ ഒതുക്കി കൊടുക്കാനുള്ളതെന്ന്. അയാൾ ഒതുക്കി കൊടുത്ത് അയ്യോ ജസ്റ്റ് പ്രസക്കാരെ ഒതുക്കി കൊടുത്ത്. പുതിയൊരു വെൻ്റെയാണ് നല്ല ബ്ലോക്ക്. അപ്പോൾ ആംബുലൻസിന് പോകാനുള്ള വഴി പോലും ഇല്ലല്ലേ. ചെറിയ നീങ്ങുന്നുണ്ട്. മഴ പെയ്തുകൊണ്ട് ഇന്ന് എല്ലാവരും ബസ് എടുത്ത് ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. സംഭവം മഴ പെയ്തുകൊണ്ട് എല്ലാവരും വണ്ടി എടുത്ത് ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് റോഡ് ഇത്രയും ബ്ലോക്ക്. സാധാരണ ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരത്താണ് മഴ. ഇന്ന് പക്ഷേ രാവിലെ തൊട്ടേ മഴ തുടങ്ങി. കഴിഞ്ഞ ദിവസം എവിടെ ഞാൻ ന്യൂസ് വായിച്ചായിരുന്നു, ഒഡീഷ തീരത്ത് മറ്റൊരു ചുഴലിക്കാറ്റ് വരുന്നു. കേരളത്തിൽ മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചുഴലിക്കാറ്റ് വന്നോ? അപ്പോൾ വണ്ടികളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാനെന്തിനാ ഇതുവഴി ഇപ്പം ഇറങ്ങി നടക്കുന്നതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് വന്നേ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എടുത്ത് യൂട്യൂബ് അപ്ലോഡ് ചെയ്യാം. എന്തെല്ലാം വീഡിയോസാണ് യൂട്യൂബിലുള്ളത്. ഇതല്ല, അവിടാണ് പുലമൻ ജംഗ്ഷൻ. ഒരു പോലീസുകാരെ ഇവിടെ കഷ്ടപ്പെട്ട് കിടന്ന് നിയന്ത്രിക്കുന്നുണ്ട്. എൻ്റെ വണ്ടി മോളിയിരിക്കും. അപ്പോൾ പിന്നെ അത് പോയി നോക്കാം. എന്തൊക്കെ പറയുന്നവർ. ഓക്കെ, എൻ്റെ വണ്ടിയുടെ അടുത്തവരെയും കൂടെ ഈ വീഡിയോ പോവാം. നിങ്ങളുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്ന് പഴയ ചെങ്കോട്ട റോഡെന്ന് പറയും. ഇത് പഴയ കൊല്ലം ചെങ്കോട്ട റോഡായിരുന്നു ഈ വഴി. അതൊന്ന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ മറ്റേ വഴി കൂടെ തന്നെയാണ് ആദ്യം തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിനെ പഴയ ചെങ്കോട്ട റോഡെന്നാണ് പറയുന്നത്. പക്ഷേ പണ്ട് കാലത്ത് ഇതുവഴിയായിരുന്നാണ് ആ റോഡ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ആൾക്കാർ ഷോർട്ട് കട്ട് അടിക്കാൻ വേണ്ടി ഒരു വഴിയാണ്. ഇത് ചന്തമുക്കി ചെന്ന് കയറും. അവിടെ മറ്റൊരു ബ്ലോക്കാണ്. അപ്പോൾ ഈ അടൂര് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കൊല്ലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര
നഗര മധ്യത്തിലൂടെ പോവാതെ ഇതുവഴി പോയി കഴിഞ്ഞാൽ മിനർവ തിയേറ്റർ വഴി ഗണപതി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് ഇറങ്ങാം. എന്നിട്ട് കൊല്ലത്തോട്ട് പോവാം. ഇവിടെ അത്യാവശ്യം ഒരു SBI ഉണ്ട്. ഇപ്പോഴും കാശൊക്കെ കാണുന്നതിന് ATM ഇവിടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇതായിരിക്കുന്നതാണ് എൻ്റെ ബൈക്ക്. ഞാൻ ചുമ്മാ മഴ നനയാൻ വേണ്ടി ഇറങ്ങിയാണ്. നല്ല ഓക്കെ, ഇതാണ് എൻ്റെ ബൈക്ക്. ഓക്കെ, ശരി.